നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. പാലായിൽ ദയാഭവന്റെ ഭൂമി കയ്യേറാൻ ശ്രമം. RDO സ്ഥലം സന്ദർശിച്ചു. ഉചിതമായ നടപടിയെടുക്കുമെന്ന് RDO. കോട്ടയം കങ്ങഴയിൽ പാറക്കുളത്തിൽ യുവാവിന്റെ ജഡം കണ്ടെത്തി. ആത്മഹത്യയെന്ന പ്രാഥമിക നിഗമനം. മരിച്ചത് പത്തനാട് സ്വദേശി സച്ചിൻ സജി. കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് കോട്ടയത്ത് തുടക്കം. അക്കാദമിക് വിരുദ്ധമായ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് അക്കാദമിക് രംഗത്തെ മുരടിപ്പിക്കുകയാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. വാർത്തകൾ വിശദമായി. പാലായിൽ ദയാഭവന്റെ ഭൂമി സ്വകാര്യ വ്യക്തി കയ്യേറാനുള്ള ശ്രമം വിവാദമായതോടെ സ്ഥലം പാലാ RDO സന്ദർശിച്ചു. രണ്ട് കക്ഷികളെയും വിളിച്ചു വരുത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് RDO ദീപ അറിയിച്ചു. പാലായിൽ ബോയ്സ് ടൗണിൽ ദയാഭവന്റെ ഭൂമി കയ്യേറാനുള്ള സ്വകാര്യ വ്യക്തിയുടെ നീക്കം വിവാദമായതിനെ തുടർന്ന് ഇന്ന് RDO സംഭവസ്ഥലം സന്ദർശിച്ചു. രാവിലെ RDO ദീപ രണ്ട് കക്ഷികളോടും തന്നെ ചേംബറിൽ വരാൻ ആവശ്യപ്പെട്ടു. ചർച്ചകൾക്ക് ശേഷം രണ്ട് കക്ഷികളെയും കൂടി വീണ്ടും സ്ഥലം സന്ദർശിച്ചു. ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു. നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ, ജോസൂട്ടി പൂവേരി, മൈക്കിൾ കവകാട്ട്, ബേബി ഉഴുതുവാൽ, ബെറ്റി ഷാജു, ജോയി പുള്ളിക്കക്കുന്നൻ, ടോമി തകടിയേൽ, ജോയി കളരിക്കൽ, റോണി വർഗീസ് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാല. കോട്ടയം കങ്ങഴയിൽ യുവാവിനെ പാറക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പത്തനാട് സ്വദേശി സച്ചിനാണ് മരിച്ചത്. ഇയാളെ ശനിയാഴ്ച മുതൽ വീട്ടിൽ നിന്നും കാണാതായിരുന്നു. കോട്ടയം കങ്ങഴയിൽ യുവാവിനെ പാറക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പത്തനാട് സ്വദേശി സച്ചിൻ സജി എന്ന 22 വയസ്സുകാരനാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ യുവാവിനെ കാണാതായിരുന്നു. ഇന്ന് രാവിലെ സമീപത്തെ പുരയിടത്തിൽ ജോലിക്കെത്തിയ ആളുകളാണ് ഉപയോഗശൂന്യമായ കുളത്തിൽ മൃതദേഹം കണ്ടത്. യുവാവ് കുളത്തിൽ ചാടി ജീവൻ ഒടുക്കിയതാണ് എന്നാണ് പ്രാഥമിക നിഗമനം. കറുകച്ചാൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് കോട്ടയത്ത് തുടക്കമായി. അക്കാദമിക് മീറ്റ് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. UDF അധികാരത്തിൽ വന്നാൽ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് അറബിക്കടലിൽ വലിച്ചെറിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളെയും പ്രവർത്തന നിരതരായ അധ്യാപകരെയും ഗുരുതരമായി ബാധിക്കുന്ന അക്കാദമിക് വിരുദ്ധമായ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് UDF അധികാരത്തിൽ വന്നാൽ അറബിക്കടലിൽ വലിച്ചെറിയുമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് പറഞ്ഞു. കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ 24ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന അക്കാദമിക് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിസാർ ചേലേരി അധ്യക്ഷത വഹിച്ചു. VK അബ്ദുൾ റഹ്മാൻ സ്വാഗതം പറഞ്ഞു. MG യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രതിനിധി സമ്മേളനം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആത്മാർത്ഥത കാണിക്കാത്ത ഭരണകൂടം തലമുറകളുടെ ഭാവിയെയും നാടിന്റെ പുരോഗതിയെയുമാണ് അവതാളത്തിലാക്കുന്നതെന്ന് ജോസഫ് വാഴയ്ക്കൻ ഓർമ്മിപ്പിച്ചു. O ഷൗക്കത്ത് അലി സ്വാഗതം പറഞ്ഞു. KT അബ്ദുൽ ലത്തീഫ് പ്രമേയ പ്രഭാഷണം നടത്തി. യാത്രയയപ്പ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം TV ഇബ്രാഹിം MLA നിർവഹിച്ചു. CTP ഉണ്ണി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. ഷമീം അഹമ്മദ് സ്വാഗതം ആശംസിച്ചു. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം, ഡോക്ടർ S സന്തോഷ് കുമാർ, PM കൃഷ്ണൻ നമ്പൂതിരി, പാണക്കാട് അബ്ദുൾ ജലീൽ, ഡോക്ടർ PP ഷാജിദ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഭൂനികുതി വർധനവിനെതിരെയും പാലായോടുള്ള സർക്കാരിന്റെ അവഗണനയിലും പ്രതിഷേധിച്ച് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാലായിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കാർഷിക രംഗം തകർന്നടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അന്യായമായ ഭൂനികുതി വർധനവ് പിൻവലിക്കണമെന്ന് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA ആവശ്യപ്പെട്ടു. ഭൂനികുതി വർധനവിനെതിരെയും പാലായോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചും നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ ജലരേഖയാണെന്നും ഒന്നും നടപ്പാക്കാൻ സർക്കാരിന് കഴിയില്ലെന്നും മോൻസ് പറഞ്ഞു. ദൂർത്തടിക്കാൻ പണം സമ്പാദിക്കാനുള്ള മാർഗമായി ബജറ്റിനെ മാറ്റിയെടുത്തതായി MLA കുറ്റപ്പെടുത്തി. ഗവൺമെന്റ് ഇടതുപക്ഷ മുന്നണിയുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ 9ാമത്തെ വർഷത്തിൽ ഇപ്പോൾ വെച്ച ഈ ബഡ്ജറ്റ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപദ്രവം ഉണ്ടാക്കുന്ന നിലയിലാണ്. ഭൂനികുതി 50% കൂട്ടി. 50% ഭൂനികുതി കൂട്ടിയാൽ അതിൻ്റെ ഉപദ്രവം വരാൻ പോകുന്നത് സാധാരണക്കാരായ ഇടത്തരക്കാരായ മനുഷ്യർക്കാണ്. പ്രസിഡന്റ് ജോർജ് പുളിങ്ങാട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജീസൺ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മാൻ മുണ്ടകൽ, കുര്യാക്കോസ് പിടവൻ, സന്തോഷ് കവകാട്ട്, അഡ്വക്കേറ്റ് ജോസഫ് കണ്ടത്തിൽ, മൈക്കിൾ പുള്ളിമാക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊട്ടാകെ ട്രഷറികൾക്ക് മുന്നിൽ ധർണ നടത്തി. കാഞ്ഞിരപ്പള്ളി, ചിറക്കടവ് യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ പൊൻകുന്നം സബ് ട്രഷറിക്ക് മുന്നിൽ നടന്ന സമരം കേരള കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലകുന്ന് ഉദ്ഘാടനം ചെയ്തു.
6 ഗഡു ക്ഷമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക, പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക, വിലക്കയറ്റം തടയുക, മെഡിസപ്പ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSSPA നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഏകദിന സമരം സംഘടിപ്പിച്ചത്. KSSPA കാഞ്ഞിരപ്പള്ളി ചിറക്കടവ് യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ പൊൻകുന്നം സബ് ട്രഷറിക്ക് മുന്നിൽ നടന്ന ധർണ കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലകുന്ന് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 9 വർഷമായി പിണറായി സർക്കാർ പെൻഷൻകാരെയും സർക്കാർ ജീവനക്കാരെയും പാടെ അവഗണിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇവിടുത്തെ കേരളത്തിലെ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശങ്ങൾ ഇതുപോലെ നിഷേധിച്ച ഒരു സർക്കാർ ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഭരണത്തിലാണ് കേരളത്തിലെ ജീവനക്കാരും പെൻഷൻകാരും അവരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച നിലയിൽ, തടഞ്ഞു വെച്ച നിലയിൽ, കുടിശ്ശിയായ നിലയിൽ ഇവിടെ പ്രയാസം അനുഭവിക്കേണ്ട ബുദ്ധിമുട്ട് ആ ജീവനക്കാർക്കുണ്ടായത്. CM മുഹമ്മദ് ഫൈസി അധ്യക്ഷനായി. KSSPA കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ജോസഫ് മാത്യു, സംഘടനാ സംസ്ഥാന കൗൺസിൽ അംഗം VR മോഹനൻ പിള്ള, രക്ഷാധികാരി ദാമോദരൻ പിള്ള, AS മുഹമ്മദ്, അബ്ദുൾ നാസർ, ജോസ് ജെ കുന്നപ്പള്ളി, ബെന്നി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചിത്രകലയും സംഗീതവും സമന്വയിപ്പിച്ച് വിനോദ് ഫ്രാൻസിസ് എന്ന കലാകാരൻ. കോട്ടയം ചാലുകുന്ന് സ്വദേശിയായ വിനോദ് കർണാടക സംഗീതം ആലപിച്ചുകൊണ്ട് ചിത്രം വരയ്ക്കുന്ന കാഴ്ച വേറിട്ടതായി. കോട്ടയം DC ആർട്ട് ഗ്യാലറിയിൽ നടക്കുന്ന ചിത്ര പ്രദർശനം ഈ മാസം 18-ന് സമാപിക്കും. പ്രകൃതി ദൃശ്യങ്ങൾക്കാണ് വിനോദ് പ്രാധാന്യം നൽകുന്നത്. കോട്ടയത്തും പരിസര പ്രദേശത്തും കണ്ട പ്രകൃതി ദൃശ്യങ്ങളാണ് പെൻസിൽ ഡ്രോയിങ്ങിൽ പകർത്തുന്നത്. ഒപ്പം പാലക്കാടൻ ഗ്രാമീണ ദൃശ്യങ്ങളും ചിത്രീകരിച്ചിട്ടുണ്ട്. ചിത്രകലയ്ക്കൊപ്പം കർണാടക സംഗീതവും വിനോദ് പഠിച്ചിട്ടുണ്ട്. ചിത്രങ്ങൾ വരയ്ക്കുന്നതിനൊപ്പം കീർത്തനങ്ങളും പാടും. ഇൻ നേച്ചേഴ്സ് ലാബ് 5th എന്ന പേരിട്ടിരിക്കുന്ന ചിത്ര പ്രദർശനം കോട്ടയം DC ആർട്ട് ഗ്യാലറിയിലാണ് നടക്കുന്നത്. പാട്ടിനൊപ്പം ചിത്രം വരയ്ക്കുന്നു എന്നത് ഏവരെയും ആകർഷിക്കുന്നു. പെൻസിൽ ഡ്രോയിങ്ങിന് പുറമെ ഏതാനും വാട്ടർ കളർ പെയിന്റിംഗ് ചിത്രങ്ങളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആത്മയുടെ മികച്ച ചിത്രകാരനുള്ള 2018 അവാർഡ് വിനോദ് ഫ്രാൻസിസ് നേടിയിട്ടുണ്ട്. വിനോദിന്റെ 5ാമത്തെ ഏകാംഗ ചിത്ര പ്രദർശനമാണ് ഇത്. നിരവധി ഗ്രൂപ്പ് ഷോകളിലും പങ്കെടുത്തിട്ടുണ്ട്. സംഗീത കച്ചേരിയും നടത്തിവരുന്നു. ചിത്രകലയിലും സംഗീതത്തിലുമായി നിരവധി ശിഷ്യഗണങ്ങളും ഉണ്ട്. കോട്ടയത്തെ പ്രമുഖ ചിത്രകാരന്മാർ ചേർന്നാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. പ്രദർശനത്തോട് അനുബന്ധിച്ച് ലൈവ് വാട്ടർ കളർ ഡെമോൺസ്ട്രേഷനും നടക്കും. പ്രദർശനം രാവിലെ 10 മുതൽ വൈകിട്ട് 6:30 വരെയാണ്. പ്രദർശനം ഫെബ്രുവരി 18-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം മീനടത്ത് സ്വന്തം പുരയിടത്തിൽ ആളിപ്പടർന്ന തീയണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്ഥലമുടമ പൊള്ളലേറ്റ് മരിച്ചു. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാണ് സംഭവം. കാലിൽ വള്ളിപ്പടർപ്പ് ചുറ്റിയ നിലയിലായിരുന്നു മൃതദേഹം. കോട്ടയം മീനടത്ത് റബ്ബർ തോട്ടത്തിൽ ആളിപ്പടർന്ന തീയണയ്ക്കാനുള്ള ശ്രമത്തിനിടയിൽ സ്ഥലമുടമ പൊള്ളലേറ്റു മരിച്ചു. മീനടം കുരിക്കേക്കുന്ന് ഭാഗത്ത് മണ്ണക്കടുപ്പിൽ MK കുര്യാക്കോസ് ആണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. സ്വന്തം പുരയിടത്തിലെ റബ്ബർ തോട്ടത്തിന് തീ പിടിക്കുന്നത് കണ്ട് അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ കാലിൽ വള്ളി ചുറ്റി നിലത്ത് വീണതായി കരുതുന്നു. തുടർന്ന് ബോധരഹിതനായ കുര്യാക്കോസിന് പൊള്ളലേറ്റാണ് മരണം സംഭവിച്ചതെന്നാണ് സൂചന. തോട്ടത്തിൽ തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസി നാട്ടുകാരെ വിളിച്ചു വരുത്തി. നാട്ടുകാരും പാമ്പാടി അഗ്നിരക്ഷാസേനയും ചേർന്നാണ് തീ അണച്ചത്. തീ അണയ്ക്കുന്നതിനിടയിൽ കുര്യാക്കോസിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കാലിൽ വള്ളിപ്പടർപ്പ് ചുറ്റിയിരുന്നതായി പോലീസ് പറഞ്ഞു. 1/2 ഏക്കറോളം റബ്ബർ തോട്ടം കത്തിനശിച്ചു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. അറിയിപ്പ്. കോട്ടയം ഈരയിൽക്കടവിലുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 11 മുതൽ 21 വരെ 10 ദിവസത്തെ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ളവർ 11-ന് രാവിലെ 10-ന് ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ എത്തണം. രജിസ്ട്രേഷൻ ഫീസ് 135 രൂപ. വിവരങ്ങൾക്ക് ഫോൺ 0481 230 2223. കോട്ടയം മണ്ണർക്കാടുള്ള കോട്ടയം സൈനിക വിശ്രമ കേന്ദ്രത്തിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ കെയർ ടേക്കറുടെ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ
ഈ മാസം 19-ന് വൈകിട്ട് 5-ന് മുൻപ് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷ നൽകണമെന്ന് അസിസ്റ്റന്റ് ജില്ലാ സൈനികക്ഷേമ ഓഫീസർ അറിയിച്ചു. വിവരങ്ങൾക്ക് ഫോൺ 0481 237 1187. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോൺ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ്ങിന്റെ 1 വർഷത്തെ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകൾ സഹിതം അടുത്ത കെൽട്രോൺ നോളജ് സെന്ററിൽ ഹാജരാകണം. വിവരങ്ങൾക്ക് ഫോൺ 9072592412 9072592416. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലായിൽ ദയാഭവന്റെ ഭൂമി കയ്യേറാൻ ശ്രമം. RDO സ്ഥലം സന്ദർശിച്ചു. ഉചിതമായ നടപടിയെടുക്കുമെന്ന് RDO. കോട്ടയം കങ്ങഴയിൽ പാറക്കുളത്തിൽ യുവാവിന്റെ ജഡം കണ്ടെത്തി. ആത്മഹത്യയെന്ന പ്രാഥമിക നിഗമനം. മരിച്ചത് പത്തനാട് സ്വദേശി സച്ചിൻ സജി. കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് കോട്ടയത്ത് തുടക്കം. അക്കാദമിക് വിരുദ്ധമായ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് അക്കാദമിക് രംഗത്തെ മുരടിപ്പിക്കുകയാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.